ഇന്ന് ഞാനിപ്പം ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി മെയിനായിട്ട് വന്നതാണ്. ഇനി എൻ്റെ മുമ്പോട്ടുള്ള വീഡിയോകളിൽ ഇദ്ദേഹം ഉണ്ടാവും. അപ്പം ഇദ്ദേഹത്തിനെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയിലോട്ട് നമുക്ക് പോകാം. വേറെ ആരുമല്ല, ഇതാ. ഡീസൽ വണ്ടി വേണ്ട, കാരണം ഓട്ടം കുറവല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരു പെട്രോൾ വണ്ടി മതി. വല്ലപ്പോഴും അത്യാവശ്യത്തിനുള്ളൊരു ഓട്ടോ ഓടുക, പിന്നെ വണ്ടി എടുത്ത് കാർ പോർച്ചിലിടുക, മുടി ഇട്ടേക്കുക എന്ന ചിന്തയോടുകൂടി നമ്മളൊരു വണ്ടി എടുക്കുകയും പിന്നീട് ഉപ്പ് തൊട്ട് കർപ്പൂരം മേടിക്കാൻ പോകണമെങ്കിലും ആ വണ്ടി ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും ആ വണ്ടി ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. അതായത് അവനില്ലാതെ പോകാനും പറ്റത്തില്ല, അവനെ ഒട്ട് കൊണ്ടുപോകാതെ നമുക്കും പോകാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയായി. അപ്പം അങ്ങനെ ഒരു വണ്ടിയും ആ വണ്ടിയെ പറ്റിയുള്ളൊരു റിവ്യൂമാണ്. ഇനി ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. 2018 ഡിസംബർ മാസം ഞാനെടുത്ത എൻ്റെ ഒരു സ്വിഫ്റ്റ് കാറാണ്. അപ്പോൾ ഇവൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു റിവ്യൂ ആണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇനിയൊരു സ്വിഫ്റ്റ് കാർ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന റേഞ്ചിലൊരു വണ്ടി എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ, എന്താണേലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം മസ്റ്റായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ചെറിയൊരു കഥയായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇവനെ എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. അതായത് ഇങ്ങനൊരു വണ്ടി ഞാൻ എടുക്കുമെന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുമെന്ന് എൻ്റെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നെന്ന് പറയുന്ന ഒരു സ്കൂട്ടറാണ്. സ്കൂട്ടറിൻ്റെ കഥയൊക്കെ ഞാനിങ്ങനെ വീട്ടിലിടയ്ക്ക് മുട്ടിലൊക്കെ പറയുമായിരുന്നു. പിന്നീട് അത് സ്കൂട്ടറിൽ നിന്ന് മാറി ബൈക്കിലോട്ടായി. ബൈക്കിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ വീട്ടിലൊക്കെ സംസാരിക്കും. അപ്പോൾ ഒന്നും വീട്ടുകാരൊന്നും വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. പിന്നെ ബൈക്ക് മാറി ബുള്ളറ്റായി. ബുള്ളറ്റ് ആയപ്പോഴത്തേക്ക് ഞാനത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. എനിക്കത് എടുത്തേ പറ്റുള്ളൂ, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ സംസാരങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലോട്ടാകുന്ന രീതി, അതായത് എടുത്തേ പറ്റുള്ളൂ എന്ന രീതിയിലോട്ടായി. അപ്പോൾ ബുള്ളറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അത് വീട്ടുകാർ എതിർത്തു. ബുള്ളറ്റൊന്നും വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ്, അപകടങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് എതിർത്തു. അത് എതിർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരുടെ സൈഡിൽ നിന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു കാർ എടുക്കാം. അപ്പം അത് ഫസ്റ്റ് സെക്കൻഡ് ഹാൻഡ് കാറാണ് ആദ്യമേ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് നമ്മളോട് പറയുന്നത്. സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാമെന്ന് പറഞ്ഞു. സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ എതിർത്തു. അത് അവിടെ തന്നെ ആ ഒരു വർത്താനം സ്റ്റോപ്പ് ചെയ്തു. പുതിയ കാറിലോട്ട് മാറ്റിച്ചു. പുതിയ കാറെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേരെ അത് വാഗണാർ എന്ന് പറയുന്ന ഒരു വണ്ടിയിലോട്ടാണ് ആദ്യമത്തെ നമ്മളുടെ കാറിൻ്റെ സ്വപ്നം എത്തിച്ചേരുന്നത്. വാഗണാർ എത്താനും കാരണമുണ്ട്. ആ സമയത്ത്, അതായത് 2018 കഥയാണ്. അപ്പം ആ സമയത്ത് വാഗണാറായിരുന്നു, അതായത് ഒരു എന്താ പറയുന്നത്, ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന അഫോർഡബിളായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള, അങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന രീതിയിൽ വാഗണാറാണ് ഏറ്റവും ബെറ്റർ. അപ്പം എനിക്ക് വാഗണാറിനോടൊരു താല്പര്യക്കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഓട്ടോമൊബൈൽ ബേസ് ചെയ്ത് കുറച്ച് നാളിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളെന്നല്ല, ഒരു 5-8 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് വാഗണാർ എന്ന് പറഞ്ഞ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ആ വണ്ടിയെപ്പറ്റി തന്നെയല്ല, മറ്റു വണ്ടികളെക്കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, വാഗണാർ വേണ്ടമ്മേ, നമുക്ക് മറ്റേതെങ്കിലും ഒരു വണ്ടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ചിന്തയില്ല, അതായത് ഈ വാഗണാർ എടുക്കാം, അങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, സ്വപ്നം കണ്ട് ഒരു 6-7 മാസം അങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഇവൻ ലോഞ്ച് ആവുന്നത്, ന്യൂ സ്വിഫ്റ്റ് ലോഞ്ച് ആവുന്നത്. അന്ന് ഇവൻ ലോഞ്ചായി ഇതിൻ്റെ പരസ്യങ്ങളും ആർട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കങ്ങോട്ട് ആ പരസ്യത്തിൽ തന്നെ ഇവനെ അങ്ങോട്ട് ബോധിച്ചു. പിന്നെ ഞാൻ ഓൾറെഡി ഷോറൂമിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവനെ നേരിട്ട് കാണണമെന്നുള്ളൊരു ആകാംക്ഷയിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഷോറൂമിലോട്ട് വണ്ടി വരുന്നത്. വണ്ടി ഷോറൂമിൽ വന്നു. അവിടെ നമുക്ക് ഡെമോ ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വണ്ടി കണ്ടു, വണ്ടിയുടെ ഇൻറ്റീരിയലും എക്സ്റ്റീരിയലും എല്ലാം കണ്ട് നമുക്കതങ്ങോട്ട് തൃപ്തനായി. പിന്നെ ഇത് ഓടിച്ച് നോക്കണം. അപ്പോൾ എനിക്ക് ഷോറൂമിൽ ഡയറക്റ്റ് ചോദിക്കാനൊക്കെ ഒരു വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണമെന്നോ ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്നോ. കാരണം വെച്ചാൽ വണ്ടി എടുക്കും എന്നുള്ളൊരു ഒരു ഹിൻറ്റ് നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിലേ അതുള്ളൂ. അപ്പം അങ്ങനെ മൈൻഡ് ചെയ്ത് വെച്ച് കുറച്ച് നാളും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു വണ്ടി സർവീസിൽ വരുന്നു. ഏതാണ്ട് ഒരു ഫസ്റ്റ് സർവീസിന് വണ്ടി വരുവാണ്. ഞാൻ ആ വണ്ടി ഓടിച്ചു നോക്കി. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല, ഞാനത് അവിടെ ഉറപ്പിച്ചു. വണ്ടി എടുക്കുക എന്നുള്ള തീരുമാനം ആ ഒറ്റ ഓടിയിൽ തന്നെ ഞാൻ ഫിക്സ് ചെയ്തു. അങ്ങനെ വണ്ടി ഉറപ്പായല്ലോ, സ്വിഫ്റ്റ് എടുക്കാമെന്നുള്ള തീരുമാനം കൺഫേം ആക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കളറിൻ്റെ കാര്യത്തിലും വലിയൊരു കൺഫ്യൂഷനോ എന്താ പറയുന്നത് ഒന്നും എനിക്ക് അടിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ബ്ലൂ കളറിനോടൊരു ഇഷ്ടമുണ്ട്.
അപ്പം ഞാൻ ബ്ലൂ എന്നുള്ള ഒരു കാറ്റഗറി തിരഞ്ഞെടുത്തു. അപ്പം ബ്ലൂ എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ ഒരു കട്ട ബ്ലൂ ഒന്നുമല്ല, ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ്. അതായത് എനിക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കൂടുതലും ഇഷ്ടം. അപ്പം മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് നമ്മുടെ ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. അങ്ങനെ കളറും ഫിക്സായി. പിന്നെ ഉള്ളത് വേരിയൻ്റാണ്. അതൊരു പ്രധാന ഘടകമാണ്. വേരിയൻ്റ് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വേരിയൻറ്റിൽ മാറ്റങ്ങൾ വരാം. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റും അതിനനുസരിച്ചൊരു വേരിയൻറ്റും. അപ്പം വേരിയൻറ്റിനകത്ത് ഞാനൊരു എന്താ പറയുന്നത്, എല്ലാവരും അതേപോലെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ടോപ്പ് വേരിയൻറ്റും അല്ല, എന്നാൽ ബേസ് വേരിയൻറ്റും അല്ല, ഒരു മിഡിൽ വേരിയൻറ്റ്. അതായത് LXi, VXi, VXi പ്ലസ് അങ്ങനെ പല പല വേരിയൻറ്റുകൾ നമുക്ക് വണ്ടികൾക്കുണ്ട്. പിന്നെ പെട്രോൾ വേണോ ഡീസൽ വേണോ അതിലും ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. പെട്രോൾ വണ്ടി തന്നെ ഫിക്സ് ആക്കി. അതിനും ഒരു കാരണമുണ്ട്. നമ്മളിപ്പോൾ എന്താ പറയുന്നത്, ഒരു വണ്ടി എടുക്കുക, നമ്മൾ ഈ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ഓട്ടോ പിടിച്ചു പോകുന്നു, ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ വണ്ടി മുഖേന ഉപകാരപ്പെടുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഓട്ടോ പിടിച്ച് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വണ്ടി കെട്ട് പോവുക, ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഷെഡിൽ കയറ്റിയിടുക, മൂടിയിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളുടെ വണ്ടി എടുക്കുന്ന സമയത്തെ ചിന്ത. അത് തന്നെയായിരുന്നു, വേറെ ഒന്നുമില്ലായിരുന്നു. അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു കാര്യത്തിലോട്ട് നമുക്ക് തീരുമാനമായി പെട്രോൾ വണ്ടി VXi. അങ്ങനെ ഞാൻ സ്വിഫ്റ്റ് പെട്രോൾ കാർ VXi മോഡൽ ഉറപ്പിച്ചു. അങ്ങനെ ഇവനെ ഞാൻ ഉറപ്പിച്ചു. അപ്പം VXi എന്നുള്ളത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, എങ്കിലേ അത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്, അതിൻ്റെ ഇടയിലുള്ള ഒരു മിഡിൽ വേരിയൻറ്റ്, അതിൻ്റെ തൊട്ട് താഴെ ബേസ് വേരിയൻറ്റ്. അപ്പം LXi, VXi പ്ലസ് അങ്ങനെ ആ രീതിയിലൊക്കെ പോവും. അപ്പം അതിൻ്റെ മിഡിൽ വേരിയൻ്റ് ആയിട്ട് വരും VXi. അപ്പം ടോപ്പ് വേരിയൻറ്റിൽ ഒത്തിരി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. മിഡിൽ വേരിയൻറ്റിൽ, ടോപ്പ് വേരിയൻറ്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം ഈ പറയുന്ന VXiയിലുണ്ട്. ബേസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതിൻ്റെ അകത്ത് ഒന്നുമില്ല. നമ്മൾ പിന്നെ അഡീഷണൽ ആഡ് ഓൺ ചെയ്യണം. ആഡ് ഓൺ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് ഇറക്കിയാൽ മാത്രമേ അത് ഒന്ന് സെറ്റായി വരുള്ളൂ. ആ സെറ്റാക്കുന്ന പൈസ നമ്മൾ ഈ VXiയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള എല്ലാം കിട്ടും. അതാണ് VXiയുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ നോട്ട് ചെയ്തു, VXi ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഏത് വണ്ടി എടുക്കാൻ പോയാലും അതിൻ്റെ ഒരു മിഡിൽ വേരിയൻ്റ് ഉണ്ട്. അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഒന്നും ആഡ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം അതിലുണ്ട്. അങ്ങനെ ഞാൻ VXi ഫിക്സ് ചെയ്തു. അപ്പം VXiയിൽ ഈ സ്വിഫ്റ്റ് കാറിൽ, എൻ്റെ ഈ വണ്ടിയിൽ 2018 മോഡലായിട്ടുള്ള ഈ സ്വിഫ്റ്റ് കാറിൽ VXi മോഡലിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നോർമലി ഉള്ളത്, പിന്നെ ഞാൻ എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്, ഇതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയത്തുള്ളൂ, അങ്ങനെ പറയാനേ എനിക്ക് അറിയത്തുള്ളൂ. ഇപ്പം ഞാൻ VXi വണ്ടി എടുത്തേക്കുന്നത്. അപ്പം ഒരു VXi വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ LXi ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുണ്ടായിരിക്കത്തുമില്ല. VXi വണ്ടിയിൽ നമുക്ക് ഈ പറയുന്ന പവർ വിൻഡോ സ്വിച്ച്, 4 ഡോർ പവർ വിൻഡോ സ്വിച്ച്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ച്, പിന്നെ ക്രോം ഫിനിഷിംഗ് ഹാൻഡിൽ, പിന്നെ വരുന്നത് ഈ പറയുന്ന മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച്, ഇതൊക്കെ നമുക്ക് LXi വണ്ടിയിൽ ഉണ്ടാവില്ല. പിന്നെ പവർ സ്റ്റിയറിങ്ങും എയർ ബാഗും AC-യും എല്ലാ വണ്ടിയിലും ഉണ്ടാവും. സ്റ്റീരിയോ നമുക്ക് LXi വണ്ടിയിൽ ഉണ്ടാവത്തില്ല. പിന്നെ മൊത്തത്തിൽ കാണുന്ന ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈന്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ സ്വിച്ച്, ഇതൊക്കെ നമുക്ക് VXiയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഈ കാണുന്ന സ്റ്റീരിയോ, സ്റ്റിയറിംഗ് വീൽ സ്വിച്ച്, പിന്നെ നമുക്ക് പവർ വിൻഡോ സ്വിച്ച്, സെൻട്രൽ ലോഗോ, ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള ഹാൻഡിൽ, മിറർ സ്വിച്ചസ്, ഇതെല്ലാം നമുക്ക് VXiയിൽ കാണാൻ പറ്റും. എന്നാൽ LXi വേരിയൻറ്റിൽ അതുണ്ടാവത്തില്ല. ഇത്രേ ഉള്ളൂ ഇൻറ്റീരിയൽ പറയുകയാണെങ്കിൽ. പിന്നെ പുറമേ വരുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനാണെങ്കിൽ ഇതുണ്ടോ, ഇത് ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹെഡ്ലൈറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു കണ്ണിൻ്റെയൊക്കെ ഒരു ആകൃതിയിലായിരിക്കും ഹെഡ്ലൈറ്റ് വരുന്നത്, മനസ്സിലായില്ലേ? അത് മാത്രമേ ഉള്ളൂ ഏറ്റവും ടോപ്പ് വേരിയൻറ്റുമായിട്ട് VXiക്കുള്ള വ്യത്യാസം. വേറെ ഒന്നും നമുക്ക് പുറമേ അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കും VXi മോഡൽ ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഈ വണ്ടി ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൻ്റെ ഒരു പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ളൊരു വാവ് ഫീൽ വരുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ അലോയ് വീലാണ് ഒന്നാമത്. അലോയ് വീൽ എന്ന് പറയുന്നത് ഞാൻ അഡീഷണൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അലോയ് വീലും ടയറും റീപ്ലേസ് ചെയ്തു. VXi എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീൽ കപ്പും ടയറും, അതായത് 14 സൈസ് ടയറായിരിക്കും, ഇതിപ്പോൾ 15 സൈസാണ്. അതിലൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് വ്യത്യാസം വരുത്താം, പക്ഷേ എങ്കിലൊരു നല്ല ബഡ്ജറ്റ് വരും. ഒരു ഹെഡ്ലൈറ്റിന് ഏതാണ്ട് 19,000 രൂപയും കണ്ട, അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പോയില്ല. പിന്നെ
ഈ പറയുന്ന ഫോഗ് ലാമ്പ് അത് ഞാൻ മാറ്റി. അതിന് ചെറിയ ബഡ്ജറ്റുള്ളൂ, 3800 2800. പിന്നെ ഗ്രില്ല് അത് ഞാനൊരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഗ്രില്ല് മാറ്റിയത്. വേറെ ഒന്നും ഞാൻ ഇതിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതുണ്ടോ, ഈ സ്റ്റിയറിംഗ് വീൽ കവറും ഈ സീറ്റ് കവറും ഇതും അഡീഷണൽ ഞാൻ ഫിറ്റ് ചെയ്തതല്ല, എനിക്കൊരു ഓഫറിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ വണ്ടിയിൽ അഡീഷണൽ ആയിട്ടുള്ളൂ. ബാക്കി ഈ വണ്ടിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ആ VXi വേരിയൻറ്റിലുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ വ്യത്യാസം വരുത്താം, അല്ലെങ്കിൽ അതും ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വണ്ടി അടിപൊളിയായിട്ട് തന്നെയാണ്, കാഴ്ചയിലൊന്നും ഒരു വൃത്തിയായിട്ടും പറയാനില്ല. പക്ഷേങ്കിൽ എനിക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് കണ്ടപ്പം അതുപോലെ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ജെനുവിൻ സാധനങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. വെളിയിൽ നിന്നൊരു ആക്സസറിയോ കാര്യങ്ങളോ ഒന്നും മേടിച്ച് ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കുക. മാക്സിമം മാരുതി ജെനുവിൻ സാധനങ്ങൾ പിടിപ്പിക്കുന്നതാണ് എപ്പോഴും ലോങ് ലൈഫിൽ, അതിൻ്റെ ഒരു ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ 8 വർഷമായിട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കേ എൻ്റെ വായിൽ വന്നു. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതിന് മേളിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം, അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരു അധിക ചിലവോ അധിക എക്സ്പെൻസോ ഒന്നും നമുക്ക് ഈ വണ്ടി തന്നിട്ടില്ല. നമ്മളായിട്ട് വരുത്തി വെച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ ടയർ റീപ്ലേസ് ചെയ്യേണ്ട സമയത്ത് ടയർ മാറിയാൽ മതിയായിരുന്നു. ഞാൻ ഇതിലൂടെ അലോയ് വീലും ടയറും വേറെ സെപ്പറേറ്റ് മാറി. പിന്നെ ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റ്, വൈപ്പർ ബ്ലേഡ് റീപ്ലേസ്മെൻറ്റ്, അത് നോർമൽ വരുന്നത് കൂടാതുള്ള കാര്യം പറയുന്നത്. നോർമൽ സർവീസ് ഉണ്ട്, 10,000 കിലോമീറ്ററുള്ള സർവീസ് ഉണ്ട്, അത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വണ്ടിയെ നമ്മൾ അതുപോലെ കെയർ ചെയ്തുകൊണ്ട് വണ്ടി നമ്മളെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു. അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി, ഈ സ്വിഫ്റ്റ് അല്ലെങ്കിൽ 2019, 2020, 2021, 22 അങ്ങനെയൊക്കെ മോഡൽ സ്വിഫ്റ്റുകൾ നോക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ടും പോയി ഈ വണ്ടി മേടിക്കാം. അത്രയും അടിപൊളി വണ്ടിയാണ്. മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇപ്പോൾ ഈ പെട്രോൾ വില കൂടി നിൽക്കുന്നത് എന്നിട്ട് പോലും ഞാൻ ഈ വണ്ടിയും കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, മാക്സിമം വണ്ടിയെ നല്ലപോലെ നോക്കുക, വണ്ടി നമ്മളെ നോക്കിക്കോളും, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെ വണ്ടി നോക്കത്തില്ല. അതായത് ഇപ്പം ബ്രേക്ക് പാഡ് മാറുന്ന സമയത്ത് മാറുക, ഓയിൽ മാറുന്ന സമയത്ത് മാറുക, വൈപ്പർ ബ്ലേഡ് മാറുന്ന സമയത്ത് മാറുക, ബൾബ് പോയിട്ടുണ്ടെങ്കിൽ മാറുക. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. കാരണം നമ്മളാണ് വണ്ടി ഓടിക്കേണ്ടത്, നമ്മളുടെ സേഫ്റ്റി നോക്കണം. നമ്മളുടെ സേഫ്റ്റിയെക്കാട്ടിലും കൂടുതൽ വണ്ടിയുടെ സേഫ്റ്റി നോക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ സേഫ്റ്റി അവിടെ ഓക്കെ ആവത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു വണ്ടി 2018 മോഡലിനും 2020 ഇടയിലുള്ള സ്വിഫ്റ്റ് കാർ എടുക്കുന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് VXi പോയി എടുത്തോ, സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങൾക്ക്. കാരണം അഡീഷണൽ ചിലവൊന്നും വരാനില്ല. പിന്നെ എപ്പോഴും ഞാനിപ്പോൾ ഇനി ഒരു പുതിയ വണ്ടി എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കത്തില്ല. അത് നിങ്ങളോട് പറയാവേ. കാരണം എന്ന് വെച്ചാൽ ഒരു പുത്തൻ വണ്ടി എടുത്ത് ഓടിച്ച ഒരാൾ അത് EMI ഇട്ട് അടച്ച് തീർത്ത്, അപ്പോൾ EMIയുടെ കാര്യം സംസാരിച്ചിട്ടില്ലായിരുന്നു അല്ലേ. അപ്പം ഞാൻ EMI ഇട്ടിട്ടാണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ EMI എല്ലാം അടച്ച് തീർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു മൊത്തം കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പം ഒരു 8 ലക്ഷം രൂപയോളമായി. ഇപ്പോൾ ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷം രൂപ കിട്ടിയാൽ കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേങ്കിൽ ഞാൻ ഈ വണ്ടി 2 പ്രാവശ്യം വിൽക്കാൻ ശ്രമിച്ച ആളാണ്. അപ്പോഴെല്ലാം ഞാൻ ചോദിച്ചതിലും കൂടുതൽ വില എനിക്ക് കിട്ടിയിട്ടുണ്ട്. KL 34F എന്നുള്ളൊരു നമ്പർ നോക്കി ആൾക്കാർ വന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. KL 34F കൂട്ടി വണ്ടി നമ്പർ ഉള്ളവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ വണ്ടി നമ്പർ നോക്കി ഒത്തിരി പേര് വരുന്നുണ്ട്. എന്നെ വിളിച്ചു, ഈ വണ്ടി കൊടുക്കുന്നുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം കൊടുക്കാൻ തീരുമാനിച്ച കഥ പറയാം. ഞാനിങ്ങനെ വെളിയിലോട്ട് പോകാൻ വേണ്ടി ആയപ്പം കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇത് വന്നപ്പോഴത്തേക്കും കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 2 സമയത്തും ചോദിച്ച വിലക്കാട്ടിൽ കൂടുതൽ വില വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആണ്ട്രാ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ മടി. അതായത് എന്താ പറയുന്നത്, ഇവരെ വിട്ട് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രം കൊടുത്തില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കൊടുത്ത് പോയേനെ. പിന്നെ ഇനിയൊരു പുതിയ വണ്ടി, അത് പുതിയ വണ്ടി എടുത്ത് EMI ക്ലോസ് ചെയ്ത് പുതിയ വണ്ടി ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരും ഇനിയൊരു പുതിയ വണ്ടി എടുക്കത്തില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കി, നല്ല വണ്ടി നോക്കിയെടുത്ത് അവർ ഉപയോഗിക്കാനേ അവർ ശ്രമിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ചെയ്തുള്ളൂ ഇനി. കാരണം ഈ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
നമ്മളൊരു പുതിയ വണ്ടി എടുത്ത് ആ EMI ക്ലോസ് ചെയ്ത് ഉപയോഗിച്ച് വന്ന് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ഒരു എന്താ പറയുന്നത്, ഇതൊരു ഡെഡ് മണിയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളൊരു ജെന്യുവനായിട്ടുള്ള കാര്യം പറഞ്ഞാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഡെഡ് മണിയാണ്. പക്ഷേങ്കിൽ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം ഇത് നമുക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. പോകേണ്ട സ്ഥലങ്ങളിലൂടെ എല്ലാം ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളെ തിരിച്ച് വീട്ടിലെത്തിച്ചിട്ടുമുണ്ട്. ഇവൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പം 2018 ഒരു 2020 വരെയൊക്കെയുള്ള സ്വിഫ്റ്റുകളുണ്ട്, VXI മോഡൽ പ്രത്യേകം നോട്ട് ചെയ്തോണം. അപ്പം ആ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള, സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ താല്പര്യമുള്ളവർ പോയി എടുക്കുക, നോക്കിയെടുക്കുക. ചുമ്മാ പോയി എടുക്കില്ല, വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് റിപ്പയറോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. ആക്സിഡൻറ്റ് കാര്യം പറഞ്ഞപ്പോഴാണ്, ഇത് പപ്പട വണ്ടിയാണ്, പെട്ടെന്ന് ആക്സിഡൻ്റ് ആവും, തട്ടും മുട്ടും എന്നൊക്കെ പറയുന്ന കുറേ കമൻറ്റുകളുണ്ട്. വണ്ടി എന്നാ സേഫ്റ്റിയുള്ള വണ്ടിയാണെന്ന് പറഞ്ഞാലും ആക്സിഡൻ്റായി നമുക്ക് പറ്റേണ്ടതാണേ പറ്റും. അതിപ്പം അങ്ങനെ ചിന്തിച്ചൊന്നും എടുക്കാൻ നിൽക്കേണ്ട. ഞാനിതുവരെയും ജീവനോടെ തന്നെ ഉണ്ട്. അപ്പം നോക്കി ഈ മോഡൽ സാധനം എടുക്കുക. സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു റിവ്യൂ എടുത്തത്. അപ്പം നല്ല വണ്ടിയാണ്, ഒന്നും പറയാനില്ല. അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ ഈ വണ്ടി കിട്ടും. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ടാവും. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.